നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഏത്തക്ക കൊണ്ടുള്ള ബോളപ്പമാണ്. അതിന് അപ്പത്തിനുള്ള ഏത്തക്കയാണ്. ഇതൊരു 3/4 കിലോ ഏത്തക്കയുണ്ട്. ആദ്യം നമുക്ക് ഏത്തക്ക കുക്കറിലിട്ടൊന്ന് വേകണം. അതിന് വേണ്ടി കുക്കർ കഴുകി കൊണ്ട് വെച്ചേക്കാണ്. കഴുകി വൃത്തിയാക്കിയ ഏത്തക്കയാണ്. കുക്കറിനകത്തോട്ട് വെച്ച് മുറുക്കി വെച്ചെങ്കിൽ ഇതിനകത്ത് ഒതുങ്ങത്തുള്ളൂ, അതുകൊണ്ട് മുറിക്കുന്നത്. വേകാനുള്ള വെള്ളമാണിത്. ഗ്യാസ് കത്തിച്ച് ഏത്തക്ക അടുപ്പിൽ വെച്ച് ഏത്തയ്ക്കുള്ള പഞ്ചസാരയാണിത്. 3/4 കിലോ ഏത്തക്കയാണ്. അതിന് 1.5 ഗ്ലാസ് പഞ്ചസാരയാണ്. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഉരുക്കണം. പഞ്ചസാര ഉരുകി നമ്മുടെ ഏത്തയ്ക്ക വെന്ത് അത് തവി കൊണ്ടിങ്ങനെ ഒന്ന് ഉടയ്ക്കണം. തവി കൊണ്ടിങ്ങനെ ഒന്ന് ഉടയ്ക്കണം. ഉടച്ചേച്ച് ഇതിൻ്റെ ഈ കറുത്ത അത് കളയണ്ട. നല്ലപോലെ വെന്ത് ഇങ്ങനെ ഒന്ന് ഉടച്ച് നല്ലപോലെ കാണരുത്. ഏത്തയ്ക്ക ഉടച്ച് നല്ലതുപോലെ ഏത്തയ്ക്ക ഉടച്ചെടുത്ത് അതിനുള്ള ചേരുവകളാണ് തേങ്ങ. 3/4 കിലോ ഏത്തയ്ക്കയാണിത്. അതിന് പഞ്ചസാര 1/4 കിലോ. മധുരം കുറച്ച് മതി. മധുരം കൂട്ടിയിടുന്നവർക്ക് മധുരം കൂട്ടിയിടാം. ഏത്തയ്ക്കയ്ക്ക് നല്ല മധുരമാണ്. അപ്പം 1/4 കിലോ പഞ്ചസാര എടുത്തുള്ളൂ. 1/2 കിലോ പഞ്ചസാര ഉണ്ടായിരുന്നു. 1/4 കിലോ പഞ്ചസാര എടുത്തിട്ടുള്ളൂ. അത് ഉരുക്കി. പിന്നെ തേങ്ങ, 1 മുറി തേങ്ങയാണ്. മുന്തിരിങ്ങ ഉണങ്ങിയത് 2 സ്പൂണ്, 2 സ്പൂണ് കാണും. 2 സ്പൂണ്. ജീരകം ചതച്ചെടുത്തതാണ്, പൊടിച്ചില്ല. ജീരകം ചതച്ചെടുത്താലൊന്ന് കടിക്കുകയൊക്കെ ചെയ്യത്തുള്ളൂ ഇടയ്ക്ക്. അതിനാണ് ജീരകം ചതച്ചെടുത്തേക്കുന്നത്. 2 സ്പൂണ് ജീരകം. ഏലയ്ക്ക ചതച്ചെടുത്തത്, പൊടിച്ചിട്ടില്ല. പിന്നെ നെയ്യ്, സോഡാപ്പൊടി, കടലമാവ്, പിന്നെ ഗോതമ്പ് പൊടി, മൈദ. പാചകം ചെയ്യുന്ന വിധം നോക്കാം. അതിനുള്ള മാവാണ്, ഏത്തയ്ക്കുള്ള മാവാണിത്. 2 സ്പൂൺ കടലമാവ്, 2 ഗോതമ്പ് മാവ്, മൈദ, ഉപ്പ് പാകത്തിന്. കളറ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ഇടുകയാണ്. 1/4 സ്പൂണ് മുളക് പൊടി, നുള്ളു കായപ്പൊടി, 1/4 സ്പൂണ് ജീരകം ചതച്ചത്, 1/4 സ്പൂണ് ഏലക്ക ചതച്ചത്, ഉഴുന്നുള്ളു സോഡാപ്പൊടി. ചേരുവകളെല്ലാം കൂടി കൂട്ടാം. ശകലിച്ച വെള്ളം ഒഴിച്ച് വേണം കൂട്ടാനിട്ട്. ഇഡ്ഡലിമാവിൻ്റെ കണക്കിന് വേണം ഇത് കൂട്ടാനിട്ട്. ഗ്യാസ് കത്തിച്ച് നെയ്യ് ഒഴിച്ചു. മുന്തിരിങ്ങ കശുവണ്ടി. നെയ്ക്കകത്ത് നമുക്ക് തേങ്ങ അരയ്ക്കണം. തേങ്ങയുടെ നിറം മാറി വന്നപ്പോഴത്തേക്ക് പഞ്ചസാര പാനിയും കൂടി ഒഴിക്കണം. ചെറുതായിട്ട് മതി. പഞ്ചസാര പാനിക്കകത്തോട്ട് കശുവണ്ടി ഇട്ടു, മുന്തിരിങ്ങ ഇട്ടു, ഏലക്ക 1/4 സ്പൂൺ ഇട്ടു, ജീരകം
പാനിക്കകത്തിട്ട് നമ്മുടെ ഏത്തയ്ക്ക കുഴച്ച് അങ്ങനെ ഇടുകയാണ്. പാനിക്കകത്ത് ഏത്തയ്ക്കാണ് മുറുകി വരണം. ഇളക്കിക്കൊണ്ടിരിക്കണം, അതിൻ്റെ അടിക്കിട്ട് വരണ്ട് കിട്ടി. ഇതൊരിച്ച് കൈ പിടിച്ച് ഉരുട്ടാവുന്ന വിധത്തിൽ ചൂട് കുറയുമ്പം ഉരുട്ടണം. ഇതിപ്പം ഇതിൽ ചൂട് കുറഞ്ഞ് കഴിയുമ്പം കൈ പിടിച്ച് ഉരുട്ടാവുന്ന വിധത്തിൽ ചൂട് കുറയുമ്പം നമുക്കിത് എടുത്ത് ഉരുട്ടാം. സ്റ്റവ് കത്തിച്ച് ചീനിച്ചട്ടി അടുപ്പ് വെക്കുകയാണ്. കശുവണ്ടി 2-3 കുറച്ച് മാവിനകത്തിട്ട് മുളക് മുന്തിരിങ്ങായി എടുത്ത് ഇളക്കുകയാണ്. ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് ചീനിച്ചട്ടി ചൂടായി അതിലേക്ക് എണ്ണ പകരുകയാണ്. ആ എണ്ണ ചൂടായോ എന്നറിയാനായിട്ടൊരു ശകലം മാവ് ഇനി ഒഴിച്ചാൽ മതി. അതിപ്പോൾ എണ്ണ ചൂടായി, ആ താഴേക്ക് പോയ മാവ് മേലിട്ടേക്ക് പൊങ്ങി കാണാം. മാവിനകത്തോട്ട് മുക്കുക. എന്നിട്ട് എണ്ണയ്ക്കകത്തോട്ട് ഇടുക. റെഡി. പതിയെ ഇതിന് മറിച്ച് കൊടുക്കുക. ശകലം കൂടി നിറം മാറിയ ഇത് പോരാ. ഏത്തക്കാപ്പഴം കൊണ്ടുള്ള ബോളപ്പം റെഡിയായി. ഇതാണ്ട, ഇത് തിന്നാൻ നല്ല സ്വാദുമാണ്, മധുരവും കുറവാണ്. പഞ്ചസാരയൊക്കെ കുറച്ച് ചേർത്തുകൊണ്ട് ഷുഗറുള്ളവർക്കൊക്കെ കഴിക്കാം. പിന്നെ ഈ വീഡിയോ കണ്ടിഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.